ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ രാവിലെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ ഊർജ്ജം മുഴുവൻ കിട്ടും അല്ലേ? ഇവിടെ പാമ്പൊന്നും കാണത്തില്ല. ഇത് കണ്ടോ, ഒരു മരം കണ്ടോ? ഈ മരം ഇങ്ങനെ വളർന്നു പോയത്. ഇതിലെങ്ങനെ ആരും വരാത്ത ഒരു സ്ഥലമാണ് അല്ലേ? ഇവിടെ വീടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആരും ഇല്ലാത്ത ഇടം നോക്കി വന്നാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ണന്താ വേവിറ്റി അല്ലേ? വേവിറ്റിയുടെ തോട്ടമെന്നാണ് പറഞ്ഞത്. അയ്യോ തണുപ്പുണ്ട് രാവിലെ. അയ്യോ കുറച്ച് ദൂരം നമുക്ക് നടക്കാം. ഒരു 1 കിലോമീറ്റർ നടന്ന് കഴിയുമ്പോഴത്തേക്ക് രാവിലെ നടക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമുക്ക് നടക്കാം. അയ്യോ മഞ്ഞൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു തണുപ്പ്. അയ്യോ പൊൻകിരണമായി തൊട്ടുണർത്തും എന്നായിരിക്കും? മഞ്ഞാണോ അത്? മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ, മഴയില്ല. ഇതാണ് തേയില. ഇങ്ങനെ തേയിലയുടെ ആണോ? ഇതിലെങ്ങനെ ജീപ്പ് മാത്രമേ വരുള്ളൂ അല്ലേ? ഇല്ല, എങ്ങനെ വരാനാ? നമുക്ക് തന്നെ കയറി വരുമല്ലോ. നമ്മുടെ ഈ ബൊലോറയെ കൊണ്ട് നമ്മൾ കയറി വരാം. കണ്ടോ, അതിലേയും വഴിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി അതങ്ങോട്ട് താഴെ കൂടി പോകും. ഇതും കൂടെ കാണാനല്ലോ, ഫോറസ്റ്റാണ്. കൈ വിറയ്ക്കുന്നു. ഒട്ടും തണുപ്പില്ലല്ലോ. അയ്യോ മഞ്ഞ കേട്ടോ അവിടെയൊക്കെ. അവിടെയല്ലേ ഇവിടെ മഞ്ഞ. അവിടെ ഒരു ഇതുണ്ടല്ലോ, ഇത് ആ കുന്നുമേളി ഒരു ഫാം ഹൗസ്. അത് സെറ്റായിരിക്കും. ആ തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും മേളിൽ ടോപ്പിലൊരു വീട്. ഈ വഴിയൊക്കെ കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം അല്ലേ? അങ്ങനൊന്നുമില്ല, നമ്മളിവിടെ ഉള്ള എന്തെങ്കിലും അത്രയും കാണിച്ച് നടക്കുന്നു. ഇതന്നെ ഈ മരത്തിൻ്റെ പുഷ്പമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അട്ടയുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എവിടെ അട്ട? ഇവിടെയോ? രാവിലെ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ നടന്ന് കാണും അല്ലേ? അയ്യോ ഇപ്പോഴൊന്ന് ഫ്രഷായത്. നമുക്ക് ഇങ്ങോട്ട് താമസം മാറ്റണം. അപ്പോൾ രാവിലെ ആയിട്ട് നടക്കാം. നമ്മുടെ ഇവിടെ ജോഗിങ്ങിനാണെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ചുമ്മാ ഇത് കണ്ടോ, അപൂർവ ഇനം സസ്യം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതിന് ഇംഗ്ലീഷിൽ എന്തോ പേരാറിലൊക്കെ പറയുമായിരിക്കും, നമുക്കറിയാൻ മേല. പരിപാടിയാണ്. നമ്മുടെ തിമിംഗല കുഞ്ഞുങ്ങളിലെ നീന്തി കളിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9. അങ്ങോട്ടും ഉണ്ട് കേട്ടോ. 9 നമ്പരെ എണ്ണി. 9 10 11 12 കുറേ ഉണ്ട് കേട്ടോ, എണ്ണാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ ഞാൻ തോടിക്കളഞ്ഞു.
പിന്നെ പോരാത്തിന് കുറേ മീനുകളും ഉണ്ട്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താഴോട്ട് വെള്ളച്ചാട്ടം. ഇവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ കയറി വരും ഒരു ഈ തണുപ്പത്ത് മഞ്ഞത്ത് പനി പിടിക്കും. നമുക്ക് കുറച്ച് കടല മറ്റേ നമ്മുടെ തിമിംഗല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കഴിച്ച ഒരു കടലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കണം. ആർക്ക് വേണ്ടത് അവർ ജങ്ക് ഫുഡൊന്നും കഴിക്കുകയില്ല, അതുകൊണ്ടാണ് വേണ്ട അവർക്ക്.